ഇതെന്നേരം നമുക്ക് അടിപൊളിയായിട്ട് ഒരു കൂന്തൽ റോസ്റ്റ് അങ്ങോട്ട് റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി 1 കിലോ കൂന്തൽ വൃത്തിയാക്കി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് അങ്ങോട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ കൂന്തലിലേക്ക് ചേർക്കാനായിട്ട് നമ്മൾ എടുത്തേക്കുന്ന ചെറിയൊരു കഷ്ണം സവാള ചെറുതായി കട്ട് ചെയ്തത്, ചെറിയൊരു തക്കാളി ചെറുതായി കട്ട് ചെയ്തത്, ചെറിയ കഷ്ണം ഇഞ്ചിയും 3-4 വെളുത്തുള്ളിയും കൂടെ ചതച്ചത്, 10-15 ചുമന്നുള്ളി ചെറുതായി കട്ട് ചെയ്തത്, 1 തണ്ട് കറിവേപ്പില, 1 പച്ചമുളക്, ഇത്രയും കൊണ്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, സവാള, ചുമന്നുള്ളി, കറിവേപ്പില, പച്ചമുളക് എല്ലാം ഒന്ന് വഴറ്റി എടുക്കാം. എന്നിട്ട് അതിന് ശേഷം തക്കാളിയും കൂടെ വഴറ്റിയെടുത്ത് അതിലേക്ക് ആവശ്യത്തിന് പൊടി ഐറ്റങ്ങളൊക്കെ അങ്ങോട്ട് ചേർത്ത് നമുക്ക് അടിപൊളിയായിട്ട് നമ്മുടെ കൂന്തൽ റോസ്റ്റ് അങ്ങോട്ട് റെഡിയാക്കി എടുക്കാം. അന്നേരം നമ്മുടെ കൂന്തൽ റോസ്റ്റ് റെഡിയാക്കാനായിട്ട് ചട്ടി കൊണ്ട് വെച്ചിട്ടുണ്ട്. ചട്ടി ഇനി നല്ലപോലെ ചൂടായി വരട്ടെ. എന്നാലും ചട്ടിയൊക്കെ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 2.5 സ്പൂൺ വെളിച്ചെണ്ണ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. അന്നേരം വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്ത് വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി അങ്ങോട്ട് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചുകൊണ്ടെടുക്കണം. അതിനുശേഷം 1 തണ്ട് കറിവേപ്പില, 1 പച്ചമുളക്, പിന്നെ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ചുമന്നുള്ളി ഇത്രയും ചേർത്ത് കൊടുത്ത് അത് ഒന്ന് ഇളക്കി വഴറ്റി കൊണ്ടിടുക. ചുമന്നുള്ളി ഒന്ന് വഴന്ന് തുടങ്ങുമ്പോഴത്തേന് അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കാം. ഇനി നല്ലപോലെ ഇളക്കി വഴറ്റി ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ അങ്ങോട്ട് ആക്കിയെടുക്കാം. അന്നേരം നമ്മുടെ ഉള്ളിയും സവാള എല്ലാം ഒന്ന് വഴന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ട പൊടി ഐറ്റങ്ങളെല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം. ആദ്യം ഒരു അല്പം മഞ്ഞപ്പൊടി ചേർത്തിട്ട് നല്ലപോലെ ഇളക്കി അങ്ങോട്ട് കൊടുക്കാം. ഇനി തീയെല്ലാം നല്ലപോലെ കുറച്ച് വെച്ചതിന് ശേഷം അതിലേക്ക് 1 സ്പൂണ് കാശ്മീരി മുളക് പൊടി, അതുപോലെ 1 സ്പൂണ് മല്ലിപ്പൊടി ഇതെന്നിട്ട് നല്ലപോലെ ഇളക്കി അങ്ങോട്ട് കൊടുക്കണം. ഇളക്കി കൊടുത്ത് പൊടിയുടെ പച്ചക്കുത്തലെല്ലാം ഒന്ന് മാറി വരും. പിന്നെ ഇതിലേക്ക് ഒരല്പം ഗരം മസാല, എല്ലാ ചേരുവകളും കൂടെ ചേർത്ത് പൊടിച്ചെടുത്ത ഗരം മസാലയാണ്, അതുകൂടെ ഇട്ട് കൊടുത്തൊന്ന് ഇളക്കി കൊണ്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1/2 സ്പൂൺ കുരുമുളക് പൊടി അത് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഇളക്കി അങ്ങോട്ട് കൊടുക്കാം. അപ്പൊ പൊടികളെല്ലാം ഒന്ന് നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന തക്കാളി അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കി വഴറ്റി അങ്ങോട്ട് എടുക്കണം. ഉള്ളിയിലേക്കും അതുപോലെ തന്നെ പൊടിയേറ്റങ്ങളിലേക്കൊക്കെ ആ തക്കാളി നല്ലപോലെ വെന്ത് അലിഞ്ഞങ്ങോട്ട് ചേർക്കും. തക്കാളിയെല്ലാം നല്ലപോലെ വഴന്ന് ഉടഞ്ഞങ്ങോട്ട് ചേർന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ കൂന്തൽ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. കൂന്തൽ അങ്ങോട്ട് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കി അങ്ങോട്ട് മിക്സ് ചെയ്യണം. ഒന്ന് ഇളക്കി അങ്ങോട്ട് കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് അങ്ങോട്ട് ചേർത്ത് കൊടുക്കണം. ആവശ്യത്തിന് ഉപ്പ് കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കി അങ്ങോട്ട് കൊടുക്കണം. നല്ലപോലെ ഇളക്കി അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 2-3 മിനിറ്റ് നേരം ഇത് അടച്ചങ്ങോട്ട് വെക്കാം ചെറിയ തീയിൽ. ആ കൂന്തലിലെ വെള്ളമൊക്കെ ഇറങ്ങാനുണ്ടെങ്കിൽ ഒന്ന് ഇറങ്ങി അങ്ങോട്ട് വരട്ടെ. ഇനി നമുക്ക് നമ്മുടെ കൂന്തലൊന്ന് ഇളക്കി കൊടുക്കാം. കൂന്തലിലെ വെള്ളമെല്ലാം ഒന്ന് ഇറങ്ങി റെഡിയായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരല്പം വെള്ളം കൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണം. കൂന്തൽ വെന്ത് വരാൻ വേണ്ടിയുള്ള വെള്ളം കൊണ്ട് ഒഴിച്ചു കൊടുക്കാം. അല്പം വെള്ളം ഒഴിച്ച് ഇളക്കി നമുക്ക് ചെറിയ തീയിൽ ഒരു 15-20 മിനിറ്റ് കൊണ്ട് വെച്ച് നല്ലപോലെ കൊണ്ട് വേവിച്ചുകൊണ്ട് അപ്പോഴത്തേന് നമ്മുടെ കൂന്തൽ റോസ്റ്റ് നല്ല സെറ്റായിട്ട് വരും. ഇനി നമുക്ക് അടച്ചു വെച്ച് നല്ലപോലെ കൊണ്ട് വേവിച്ചെടുക്കാം. അന്നേരം നമ്മുടെ കൂന്തൽ റോസ്റ്റൊക്കെ ഏകദേശം ഇവിടെ നല്ലപോലെ വെന്ത് കുറുകി നല്ല സെറ്റായിട്ടുണ്ട്. അവസാനമായിട്ട് നമുക്കൊരല്പം കറിവേപ്പിലയും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഇളക്കി ഒന്ന് കൊടുത്തതിന് ശേഷം നമുക്ക് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഉപ്പൊക്കെ
കറക്റ്റ് പരുവത്തിനുണ്ട്. ഉപ്പ്, എരി എല്ലാ ചേരുവകളും കറക്റ്റാണ്. ഇനി നമുക്ക് ഈ ഒരു പരുവത്തിനാണ് നമ്മൾ തീ അങ്ങോട്ട് ഓഫ് ചെയ്യുന്നത്. ഓഫ് ചെയ്തിട്ട് ഇനി ഒന്നുകൂടെ കുറുകി വരും. ഒന്നുകൂടെ കുറുകി വന്നു കഴിയുമ്പോഴത്തേന് നമ്മുടെ കിടിലിനായിട്ടുള്ള നമ്മുടെ കൂന്തൽ റോസ്റ്റ് ഇവിടെ റെഡിയാവും.